പാവരന് ഡയറക്റ്റ് ഇസ്ലാം മതവുമായി യാതൊരു ബന്ധവുമില്ല. ഇനി അയ്യപ്പൻ എന്ന് പേരായ ഒരു ഈഴവ യോദ്ധാവ് ഉണ്ടായിരുന്നു. ആ യോദ്ധാവ് പന്തളം രാജവംശത്തിന് സേനാനായകനായി. ആ സേനാനായകനായ വ്യക്തി പന്തളം രാജകൊട്ടാരത്തിൽ രാജകുമാരിയെ കയറി പ്രേമിച്ചു. ആദ്യത്തെ അയ്യപ്പ നാമധാരിയായ വ്യക്തി AD 1410 രണ്ടാമത്തെ ആൾ ഒരു 90 വർഷം കഴിഞ്ഞ് 1500 അടുത്ത വ്യക്തി വരുന്നത്. അങ്ങനെ 200 വർഷത്തെ ഗ്യാപ്പിൽ വന്ന 4 പേരാണ്. ഈ 4 വ്യത്യസ്തമായ ആളുകളെ പന്തളം രാജവംശത്തിലെ ഒരു രാജകുമാരിയെ മോഹിനിയെ കൊണ്ടുപോയി ജയിലിൽ അടച്ചിരിക്കാൻ. ആ മോഹിനിയിൽ ജനിച്ച ഒരു മകനാണ്. അതാണ് ഹരിഹരസുതൻ നമ്മൾ പിന്നെ വിളിക്കുന്ന അയ്യൻ രാജശേഖരൻ അല്ലെങ്കിൽ അയ്യൻ കേരളവർമ്മൻ എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരൻ്റെ കഥ വരുന്നു. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ഏറ്റവും ബഹുമാനായ അലക്സാണ്ടർ ജേക്കബ് IPS സാറാണ്. സർ നമസ്കാരം. സാറേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറച്ച് എപ്പിസോഡുകൾ അബാക് മീഡിയയിൽ പബ്ലിഷ് ചെയ്തിരുന്നു. ജനം കൺഫ്യൂഷനിലാണ്. ആരാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ അയ്യപ്പൻ, എന്താണ് ശബരിമലയിലെ വിശ്വാസം എന്നതിനെ പറ്റി, അതിൻ്റെ ഒരു ചരിത്രം അങ്ങിൽ നിന്ന് ഇന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ശബരിമലയെ പറ്റിയാണ്. ഞാൻ കഴിഞ്ഞ തവണ അബാക്കിൽ വന്ന് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അത് 8 ലക്ഷം പേരോളം ആളുകൾ കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് അബാക്ക് മീഡിയ ശബരിമലയെ പറ്റി 5 എപ്പിസോഡ് ചെയ്തിരുന്നു. ഓരോ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും ജനങ്ങളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ഒരുപാട് പേർ എന്നെ വിളിച്ചു ഫോണിലൂടെ, ചിലർ വാട്സപ്പിൽ ബന്ധപ്പെട്ടു. ഓരോ മീഡിയയുടെ പറയുന്ന സത്യം എന്താണെന്ന് എന്നോട് അന്വേഷിച്ചു. അങ്ങനെ ഒരുപാട് പേർ എന്നോട് പറഞ്ഞു, സാറ് അബാക്കിൽ ചെന്നിട്ട് ഈ സത്യസന്ധമായി ശബരിമല എന്താണെന്ന് ഒന്ന് പറയണം. അങ്ങനെയാണ് ഞാൻ അബാക്കിനെ ബന്ധപ്പെടുകയും ഇന്ന് ഈ പ്രോഗ്രാമിന് എത്താൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ശബരിമല എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയാൻ വലിയ ആകാംക്ഷയാണ്. എന്നെ വിളിച്ചതിൽ പല കോളുകളും വന്നത് തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ കോൾ വന്നു. ഗൾഫ് മേഖലയിൽ നിന്ന് കുറേയേറെ കോൾ വന്നു. അവിടെ ഇരുന്ന് അവർ ഈ മീഡിയ കണ്ട ശേഷം അവർക്ക് സത്യം അറിയാനായിട്ട് ഒരു വലിയ ആഗ്രഹം. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വലിയ അഭിമാനമാണ്. ഏതാണ്ട് 1.25 കോടി ജനങ്ങളാണ് അവിടെ ഒരു 60 ദിവസം കൊണ്ട് എത്തിച്ചേർന്ന് അയ്യപ്പനെ തൊഴുതിട്ട് മടങ്ങുന്നത്. കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിനും ഇത്രയും ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ശബരിമലയുടെ ചരിത്രം എടുക്കുമ്പോൾ അത് വിശാലമായ ഒരു ചരിത്രമാണ്. 2500 കൊല്ലം മുമ്പാണ് ശബരിമല സ്ഥാപിക്കപ്പെടുന്നത്. അവിടുത്തെ പുരാവസ്തു ഗവേഷകർ അവിടുന്ന് രേഖകൾ, തെളിവുകൾ ശേഖരിച്ച ശേഷം അത് പരിശോധിക്കുമ്പോഴാണ് ശബരിമല അമ്പലത്തിന് അല്ലെങ്കിൽ ശബരിമലയിലെ ഒറിജിനൽ കാവിന് 2500 കൊല്ലം പഴക്കമുണ്ടെന്ന് മനസ്സിലാകുന്നു. ആ 2500 കൊല്ലം പഴക്കമുള്ളതിൽ BC 500 മുതൽ ഒരു AD 3-ാം നൂറ്റാണ്ട് വരെയുള്ളൊരു കാലഘട്ടം, അത് പ്രാചീന കേരളത്തിൻ്റെ ഭാഗമായി, സംഘകാല തമിഴകത്തിൻ്റെ ഭാഗമായി ശബരിമല ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. AD 2-ാം നൂറ്റാണ്ട് തീർന്ന് കഴിഞ്ഞതോടുകൂടി കളബ്രർ എന്ന് പറയുന്ന, കാലഭൈരവർ എന്ന് ചരിത്രത്തിൽ പറയുന്ന ആളുകൾ ശബരിമല പോലുള്ള ഭൂപ്രദേശത്തിൻ്റെ ഭരണാധികാരികളെ, അവരൊരു 3 തലമുറ ജൈനമതക്കാരായിരുന്നു. അവർ ശബരിമല അമ്പലത്തെ ജൈനമത ക്ഷേത്രമാക്കി മാറ്റി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കളബ്രർ ബുദ്ധമത വിശ്വാസികളായി. അതിലേറ്റവും പ്രസിദ്ധനായ രാജാവ് അച്യുത വികണ്ഠനായിരുന്നു. അദ്ദേഹം ചേരന്മാരെ തോൽപ്പിച്ചു, പാണ്ഡ്യന്മാരെ തോൽപ്പിച്ചു, ചോളന്മാരെ തോൽപ്പിച്ചു, പല്ലവരെ തോൽപ്പിച്ചു. അതിനുശേഷം സിലോണിൽ പോയി വടക്കൻ കിഴക്കൻ സിലോണും പിടിച്ചടക്കി. അച്യുത വികണ്ഠനെയും അവരുടെ രാജാക്കന്മാരെയും കാലഭൈരവർ എന്നാണ് കളബ്രർ അല്ലെങ്കിൽ കാലഭൈരവർ എന്ന് വിളിച്ചത്. തമിഴ് സാഹിത്യത്തിൽ അവരെ വിളിച്ചത് കാലൈ അരസർ, കറുത്ത ദുഷ്ടരാജാക്കന്മാരെന്നായിരുന്നു. ആ കാലഘട്ടത്തിൽ ശബരിമല ഒരു ബുദ്ധമത ക്ഷേത്രമായിട്ട് മാറി. AD 646 നഷ്ടപ്പെട്ടുപോയ പാണ്ഡ്യ രാജവംശം ഉയർത്തെഴുന്നേറ്റു. അത് നയിച്ചത് കടുങ്കോണം എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹം AD 646 കളബ്രറെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി
ബുദ്ധമത കേന്ദ്രങ്ങളൊക്കെ നശിപ്പിച്ച് ബുദ്ധമത ക്ഷേത്രങ്ങളൊക്കെ വിഗ്രഹം എടുത്ത് കാറ്റിലും കടലിലും കൊണ്ട് കളഞ്ഞ ഒരു കാലഘട്ടം. കടമ്പയുടെ കാലഘട്ടത്തിൽ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ പൂർണ്ണമായി ബുദ്ധമത ഭരണത്തിലായിരുന്നു. അന്നാണ് ശബരിമലയുടെ ബുദ്ധമത കാലഘട്ടം ഉണ്ടാകുന്നത്. പാണ്ഡ്യർ 646 തിരിച്ചു വന്ന ശേഷം അവർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പരശുരാമ രാജവംശത്തിന് സഹായം ചോദിച്ചു. അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്ന് ബ്രാഹ്മണർ 7-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിലേക്ക് എത്തി. അതാണ് പരശുരാമൻ കേരളം പിടിച്ചെടുത്തു എന്ന് പറയുന്ന പ്രസിദ്ധമായ കാലഘട്ടം. ബ്രാഹ്മണർ കേരളത്തിൽ വന്ന ശേഷം അതിൽ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നത് വടക്കൻ കർണാടകത്തിൽ നിന്നാണ്, കാദംബദേശത്ത് നിന്നാണ്. അവർ വന്ന ശേഷം കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ പുനർനിർമ്മിക്കപ്പെടുകയും അത് ആര്യ സിദ്ധാന്തത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ഈ പാണ്ഡ്യന്മാർക്ക് അധീശത്വം ഉണ്ടായിരുന്ന ആ കാലഘട്ടം, അല്ലെങ്കിൽ 2-ാം ചേര രാജവംശം എന്ന് വിളിക്കപ്പെടുന്ന കാലഘട്ടം, 1-ാം ചേര രാജവംശമാണ് ഈ 3-ാം നൂറ്റാണ്ടിൽ പോകുന്നത്. 2-ാം ചേര രാജവംശം പുനർനിർമ്മിച്ച ശേഷം ചേരമാൻ പെരുമാൾ 824 പോയി. അത് കഴിഞ്ഞ് കുലശേഖര ചക്രവർത്തിമാർ ടേക്ക് ഓവർ ചെയ്തു. കുലശേഖര ചക്രവർത്തിമാരുടെ കാലഘട്ടം AD 1100 വരെയാണ്. ആ കാലഘട്ടത്തിൽ പാണ്ഡ്യ രാജവംശത്തിൻ്റെ വിശ്വാസ പ്രമാണവും മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആര്യന്മാരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ശബരിമല പുതുക്കിപ്പണിഞ്ഞു. ആ പുതുക്കിപ്പണിഞ്ഞ ശേഷം അവിടെ ആര്യ ദൈവസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായി. പക്ഷേ അതിനുശേഷം ചോള രാജവംശം പരിപൂർണമായി നശിക്കുകയും പാണ്ഡ്യന്മാർ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പാണ്ഡ്യ രാജവംശം AD 1322 മധുരയിൽ നശിച്ച് പോവുകയാണ്. ഈ AD 7-ാം നൂറ്റാണ്ട് തൊട്ട് AD 1300 വർഷമുള്ള 600 വർഷങ്ങൾ, 6 നൂറ്റാണ്ട് കാലം ശബരിമലയും കോട്ടയവും പത്തനംതിട്ട ജില്ലയും ഉൾപ്പെട്ട ആ ദേശം സമൃദ്ധിയുടെ വലിയ വിളനിലങ്ങളായി മാറി. ഒരുപാട് കോട്ടകൾ, ഒരുപാട് പട്ടണങ്ങൾ, വിദേശ വ്യാപാരം ഒക്കെ വരുന്ന വലിയൊരു കാലഘട്ടമായി മാറുകയാണ്. ആ 3-ാം ഘട്ടം കഴിയുമ്പോഴാണ് പാണ്ഡ്യ രാജവംശം തകരുകയും പാണ്ഡ്യന്മാർ കേരളത്തിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് ആണ് അവർ കേരളത്തിൽ വന്ന ശേഷം അവരുടെ സൈന്യം തിരിച്ചു പോകുമ്പം പാണ്ഡ്യ സൈന്യത്തിൻ്റെ ഒരു ഭാഗം ആയ മറവർ തിരിച്ചു പോയില്ല. ആ മറവർ പാണ്ഡ്യ രാജാക്കന്മാരെ എതിരാവുകയും അവർ ശബരിമല ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ ഭരിക്കുകയും ചെയ്തു. അവരുടെ പ്രധാനപ്പെട്ട രാജാവ് ഉദയനായിരുന്നു. ആ ഉദയനനും കൂടെ 2 സഹോദരന്മാരും കൂടി അവർ മറവർ ഒരു കൊള്ളസംഘം പോലെ പ്രവർത്തിച്ചു. അത് ഏകദേശം 100 വർഷമാണ്. ആ 100 വർഷത്തിൻ്റെ അവസാനം ഈ മറവരെ നശിപ്പിച്ച് ആ സ്ഥലം വീണ്ടെടുത്തപ്പോഴേക്കും ഈ ശബരിമല ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ മുഴുവൻ ആൾതാമസമില്ലാത്ത വനം കയറിയ ഒരു ഭൂപ്രദേശമായി മാറി. ജനവാസ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. അവിടെ ജനങ്ങൾ കുടിയേറി പാർത്തു. ആ കുടിയേറി പാർത്ത ആ കാലഘട്ടത്തിൽ ഒരു അന്ധകാര യുഗം എന്ന് പറയുന്ന കാലഘട്ടം, ആ കാലഘട്ടം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു 200 വർഷങ്ങൾ കൊണ്ട് ശബരിമലയുടെ ഭാഗതയെ മാറുന്നത്. ഈ സമയത്താണ് 4 അയ്യപ്പന്മാർ എന്ന് പറയപ്പെടുന്ന കഥാപാത്രങ്ങളുടെ രംഗപ്രവേശനം. അതിലൊന്ന് ശബരിമല 3ാമതായി നശിപ്പിക്കപ്പെട്ട സമയം. ഉദയനൻ വന്ന് ശബരിമല നശിപ്പിച്ചപ്പോൾ അവിടുത്തെ പുരോഹിതനായിരുന്ന ചോയോൻ, ആ ചോയോനൊരു മകനുണ്ടായിരുന്നു ജയന്തൻ. ആ ജയന്തനും അവരൊക്കെ വീരശൈവരായിരുന്നു, ഒരു ബ്രാഹ്മണരൊന്നും അല്ലായിരുന്നു. ചിലർ ജയന്തൻ നമ്പൂതിരി എന്നൊക്കെ വിളിക്കുന്ന കേട്ടപ്പോഴാണ് അതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലായത്. ആ ജയന്തൻ പോയി ശബരിമലയിലെ മലമുകളിൽ, കരിമലയുടെ മുകളിൽ പാണ്ഡ്യയുടെ 12 രാജവംശത്തിലെ ഒരു രാജകുമാരിയെ മോഹിനിയെ കൊണ്ടുപോയി ജയിലിൽ അടച്ചിരിക്കാൻ. അവിടുന്ന് മോഹിനിയെ ജയന്തൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ആ മോഹിനിയിൽ ജനിച്ച ഒരു മകനുണ്ട്. അതാണ് ഹരിഹരസുതൻ നമ്മൾ പിന്നെ വിളിക്കുന്ന ഒരു ജന്മം. അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന ഒരു അയ്യപ്പനുണ്ട്. അയ്യപ്പൻ നമ്മൾ വിളിക്കുന്ന ഒരു കഥാപാത്രം. രണ്ടാമത്തേത് 12 രാജവംശത്തിൽ നിന്ന് മലയാളന്മാരെ ഭരിക്കാൻ അവകാശം കിട്ടിയിരുന്ന മലയാള രാജകുടുംബത്തിലൊരു രാജകുമാരിയിൽ 12 രാജാവിനൊരു
മകനുണ്ടായി. ആ മകൻ പന്ത്രണ്ട് രാജാവ് എടുത്ത് വളർത്തി. അതാണ് മണികണ്ഠൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി. അദ്ദേഹം പിന്നീട് രാജകൊട്ടാരം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി അവിടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മണികണ്ഠൻ, അദ്ദേഹവും അയ്യപ്പ നാമധാരിയായി സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇക്കൂട്ടത്തിലാണ് വളരെ പ്രസിദ്ധനായ അയ്യൻ രാജശേഖരൻ അല്ലെങ്കിൽ അയ്യൻ കേരളവർമ്മൻ എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരൻ്റെ കഥ വരുന്നു. അത് ജയന്തന് ഈ മോഹിനിയിലുണ്ടായ കുട്ടിയാണ്. ഇതുകൂടാതെ പന്തളം രാജവംശത്തിന് മലയരെ സ്ത്രീയിൽ ജനിച്ച ഒരു രാജകുമാരനുണ്ടായിരുന്നു. ആ രാജകുമാരൻ്റെ കഥ വേറെയാണ്. ഇനി അയ്യപ്പൻ എന്ന് പേരായ ഒരു ഈഴവ യോദ്ധാവ് ഉണ്ടായിരുന്നു. ആ യോദ്ധാവ് പന്തളം രാജവംശത്തിന് സേനാനായകനായി. ആ സേനാനായകനായ വ്യക്തി പന്തളം രാജകൊട്ടാരത്തിൽ രാജകുമാരിയെ കയറി പ്രേമിച്ചു. അതിൻ്റെ പരിണിത ഫലമായി ഈ സേനാനായകനെ ശബരിമലയുടെ മുകളിൽ വെച്ച് വെട്ടിക്കൊന്നു, അമ്പ് ചെയ്ത് കൊന്നു. അത് 1706 ആദ്യത്തെ അയ്യപ്പ നാമധാരിയായ വ്യക്തി AD 1410 രണ്ടാമത്തെ ആൾ ഒരു 90 വർഷം കഴിഞ്ഞ് 1500 അടുത്ത വ്യക്തി വരുന്നത്. അങ്ങനെ 200 വർഷത്തെ ഗ്യാപ്പിൽ വന്ന 4 പേരാണ്. ഈ 4 വ്യത്യസ്തമായ ആളുകളെ അയ്യപ്പൻ എന്ന് വിളിച്ചിട്ട് സാധാരണക്കാർക്ക് ഈ കഥ കേട്ടാൽ ഒന്നും മനസ്സിലാവാത്ത പരുവായി. ഈ അവസാനത്തെ ആളാണ് കൊല്ലപ്പെട്ട ശേഷം ഭൂതമായി മാറി അലഞ്ഞിരിഞ്ഞെന്നും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ബലി നടത്തിയെന്നൊക്കെ പറയുന്ന കഥ വരുന്നു. അപ്പോൾ ഇന്ന് 200 വർഷങ്ങൾക്കിടയിൽ വന്ന 4 അയ്യപ്പന്മാർ, അവർ ഓരോരുത്തരെയും പ്രത്യേകമായി മനസ്സിലാക്കി ജനങ്ങളുടെ മനസ്സിൽ നീ കൺഫ്യൂഷൻ ഒഴിവാക്കണം. അത് കഴിഞ്ഞപ്പോഴേക്കും പന്തളം ഒരു രാജാവല്ല, ഒരു നാടുവാഴി അല്ലെങ്കിൽ ദേശവാഴി മാത്രമാണ്. ഹീസ് ഓൺലി എ ഫ്യൂഡേറ്ററി. പലരും സെപ്പറേറ്റ് ചക്രവർത്തി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോഴാണ് ചരിത്രം മനസ്സിലാവാതെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇതിനിടയിലാണ് വാവറുടെ രംഗപ്രവേശം. വാവർ മുസ്ലിമാണ് എന്ന് പറഞ്ഞ ഒരു പ്രചരണം. വാവരന് ഡയറക്റ്റ് ഇസ്ലാം മതവുമായി യാതൊരു ബന്ധവുമില്ല. തുർക്കിയിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം കടൽ തീരത്തോട് വന്ന് കടൽ കൊള്ളക്കാരനായി വന്നെന്ന് പറഞ്ഞ് മുസ്ലിം ആയതിനാൽ ആക്ഷേപിക്കാൻ വേണ്ടി കുറേ കഥയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ വാവർ? അതിൻ്റെ സത്യം മനസ്സിലാക്കണം. ഈ 1706 ഈ സേനാനായകൻ രാജകുമാരിയെ പ്രേമിച്ച് കൊല്ലപ്പെട്ട ആൾ കഴിഞ്ഞിട്ട് ഒരു 90 വർഷം കഴിഞ്ഞപ്പോഴേക്കും പന്തളം രാജ്യം കടത്തിലായി. അങ്ങനെ 1793 പന്തളം ഈ ശബരിമലയും അതിൻ്റെ റാന്നി കർത്താക്കന്മാരുടെ കയ്യിലുള്ള ഭരണവും തിരുവിതാംകൂറിന് കൈമാറി കഴിഞ്ഞപ്പോഴാണ് ആദ്യമായി ഒരു ബ്രാഹ്മണനെ ശബരിമലയ്ക്ക് അയക്കുന്നത്. 1914 വാർഡൻ കോർണർ വരുമ്പോൾ ഈ ബ്രാഹ്മണനും 2 നായന്മാരും കൂടിയാണ് ശബരിമല ഭരിച്ചിരുന്നത്. അതിനുശേഷമാണ് ശബരിമലയുടെ തീവെപ്പുകൾ. ശബരിമല പ്രസിദ്ധമായ 4 തീവെപ്പുണ്ട്. അതിൽ 1902 തീവെപ്പ്. ആ തീവെപ്പ് കഴിഞ്ഞ് അവിടെ വളരെ കൃത്യമായി താഴമൺ തന്ത്രിമാരെ തിരുവിതാംകൂർ രാജാവ് അങ്ങോട്ട് അയക്കുകയാണ്. അങ്ങനെ 1902 വന്ന താഴമൺ തന്ത്രിമാരാണ് കഴിഞ്ഞ 125 വർഷമായി ശബരിമലയിലെ തന്ത്രിമാർ. 1816 ശബരിമലയിൽ ഒരു 15,000 പേരിൽ കൂടുതലൊന്നും വിസിറ്റ് ചെയ്യുന്നില്ല. ഈ വാർഡൻ കോർണർ എന്ന് പറയുന്ന ഒരു സർവേറെ അയച്ചത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാം, എങ്ങനെ ടാക്സ് എവിടെയൊക്കെ കൂട്ടാം, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരയച്ച 2 ആളുകളാണ് ഈ വാർഡൻ കോർണർ. അവരോരോ സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് ഇവിടെ എന്തെല്ലാം വരുമാന മാർഗ്ഗങ്ങളുണ്ട്, എങ്ങനെ പിടിക്കാമെന്നായിരുന്നു അവിടെ ആലോചന. വാർഡൻ കോർണർ വളരെ കൃത്യമായി പറയുന്നു 10,000 മുതൽ 15,000 വരെ, അതിൽ കൂടുതൽ അവിടെ വരാറില്ല. ശബരിമല ആകെ 5 ദിവസം പൂജയുള്ളൂ, ബാക്കി 360 ദിവസം അത് പൂട്ടിക്കിടക്കുകയാണ്. 1900 ആണ്ടായപ്പോഴേക്കും 1902 തീവെപ്പിന് ശേഷം ശബരിമല പുനഃസ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ ഒരാണ്ടിൽ 50,000 പേരിൽ താഴെ അവിടെ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. 125 വർഷത്തിന് മുമ്പ് 50,000 പേര് അവിടെ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ 1952 തീവെപ്പ് കഴിഞ്ഞിട്ട് പുനഃസ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ ശബരിമല ഒരു വർഷം 4 ലക്ഷത്തോളം പേര് വിസിറ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രമായിരുന്നു. 4 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ക്ഷേത്രമായിരുന്നു.
പക്ഷേ 1967 വി ഗിരി കേരളത്തിൽ ഗവർണറായി. വി ഗിരിയും കുടുംബവും ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭക്തന്മാരായിരുന്നു. ഗവർണറായിരുന്ന വി ഗിരി ശബരിമല വിസിറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായി. അദ്ദേഹം ലോകമെങ്ങും പ്രസംഗിക്കാൻ തുടങ്ങിയ ഞാൻ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവാൻ കാരണം അയ്യപ്പ ഭഗവാനാണ്. എന്നിട്ട് ശബരിമലയുടെ പ്രശസ്തി ഇന്ത്യ മുഴുവൻ പരത്തുന്നതിൽ അയ്യപ്പ ഭക്തനായിരുന്ന വി ഗിരി എന്ന് പറയുന്ന കേരള ഗവർണർ, പിന്നീട് ഇന്ത്യൻ പ്രസിഡൻ്റായ ആ മഹാൻ്റെ സേവനം വളരെ പ്രസിദ്ധമാണ്. എല്ലാ വർഷവും വിയുടെ കുടുംബത്തിൽ നിന്നൊരു 15-20 പേര് വരും. കോട്ടയം എസ് പിക്കാണ് അവരെ സ്വീകരിച്ച് കൊണ്ടുപോകാനുള്ള ചാർജ്. ഞാൻ കോട്ടയം എസ് പി ആയിരുന്നു 87-88. വിഗിരിയുടെ കുടുംബത്തിൽ നിന്ന് 25 പേര് വന്നു. ഞാൻ കോട്ടയത്ത് അവരെ താമസിപ്പിച്ച് അവർക്ക് മുഴുവൻ സജ്ജീകരണം കൊടുത്ത് ശബരിമലയിൽ പോയി തൊഴിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അറേഞ്ച് മുഴുവൻ അന്ന് ഞാൻ ചെയ്തതാണ്. വിഗിരിയുടെ കുടുംബം ഇപ്പോഴും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിഗിരിയുടെ ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതോടുകൂടി ശബരിമല ഒരു 25 ലക്ഷം പേര് വരുന്ന ഒരു ക്ഷേത്രമായി മാറി 1970s. അത് കഴിഞ്ഞാണ് MKK നായർ എന്ന് പറയുന്ന FACT ഉണ്ടാക്കിയ മഹാനായ മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചു. അഖില ഭാരത അയ്യപ്പ സംഘത്തിൻ്റെ ഒരു പ്രചരണ യാത്രയാണ്. അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുടെ അതേ മോഡലുള്ള ഒരു സംഗതി, ഒരു പ്രതിമ ഉണ്ടാക്കി അതൊരു ലോറിയിൽ വെച്ച് ജീപ്പിലും കാറിലും ഒക്കെ ആയിട്ട് ഭക്തന്മാരെ അക്കമ്പനി ചെയ്ത ശേഷം ഇന്ത്യയിലെ 30 സംസ്ഥാനങ്ങളിലും പോയി 1000-ഓളം മീറ്റിങ്ങുകൾ നടത്തി തിരിച്ചു വന്നു. ആ ഒരൊറ്റ യാത്രയോടുകൂടി അയ്യപ്പ ഭഗവാന്റെ ഭക്തി ഇന്ത്യ മുഴുവൻ പ്രസിദ്ധമായി. അതിൽ 400-ഓളം മീറ്റിങ്ങുകൾ നടത്തിയത് തെക്കേ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലാണ്: കേരളം, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഹൈദരാബാദിൽ പോയപ്പം ഇതിൽ ഒരു വലിയ ഘോഷയാത്ര ഞാൻ കണ്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. MKK നായരുടെ ആ വലിയ പ്രവർത്തനം കഴിഞ്ഞതോടുകൂടി അയ്യപ്പ ഭഗവാനോടുള്ള ഭക്തിയും ശബരിമലയും ഒരു ഇൻ്റർനാഷണൽ സെൻറ്ററായി മാറി. അങ്ങനെ 20-ാം നൂറ്റാണ്ട് അവസാനിച്ചപ്പോഴേക്കും ശബരിമലയിലെ ഒരു വർഷം വരുന്ന ഭക്തരുടെ എണ്ണം 90 ലക്ഷമായി മാറി. അതിപ്പോൾ 1,30,00,000 മാറി. 1902 തീർപ്പ് കഴിഞ്ഞതോടുകൂടി ശബരിമലയിലെ 7 ദിവസമുള്ള ആദ്യം 5 ദിവസം പിന്നെ 7 ദിവസമാക്കി അത് 56 ദിവസത്തെ വ്രതമാക്കി മാറ്റി. 40 ദിവസത്തെ വ്രതവും 56 ദിവസത്തെ ടോട്ടൽ ഉത്സവമായി മാറി. 56 ദിവസം ആയപ്പോഴേക്കും ഈ 7 ദിവസം മാത്രം നോക്കുന്ന ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരുടെ എണ്ണം വർദ്ധിച്ചു 60 ദിവസമാക്കിയപ്പോൾ. 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി തുറന്ന് 5 ദിവസം കൂടി വെക്കുന്ന സിസ്റ്റം ഉണ്ടാക്കി. അത് ഇത്രയും വന്നപ്പോഴത്തേനാണ് 1,30,00,000 പേർ ഒരാണ്ടിൽ വരുന്ന സാഹചര്യം ഉണ്ടായത്. ഭക്തർക്കെല്ലാം വരാൻ അനുവദിച്ചാൽ ഉദ്ദേശിച്ച് എത്ര പേർക്ക് ശബരിമല വരും? എസ്റ്റിമേറ്റ് എടുക്കപ്പെട്ടിരിക്കുന്നത് 3 കോടി ആളുകളെങ്കിലും വരും എന്നുള്ളതാണ്, സൗകര്യം അനുവദിച്ചാൽ. പക്ഷേ സ്ത്രീകളെ കയറ്റിയാല, ഇങ്ങനെ അവരെ കയറ്റിയാൽ ഇവരെ കയറ്റിയാൽ എന്ന് പറഞ്ഞാൽ വലിയ റെസ്ട്രിക്ഷനാണ്. അപ്പോൾ അങ്ങനെ 3 കോടി ഭക്തർ വരാൻ സാധ്യതയുള്ള ഒരു ക്ഷേത്രം അതാണ് ശബരിമല. പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ മലയാളി കഴിഞ്ഞിട്ടില്ല. തിരുവിതാംകൂറിൻ്റെ കാലത്ത് അവിടെ വരുന്ന ഭക്തർ കുറേ വെള്ളി നാണയം, സ്വർണ്ണ നാണയം ഏറി, അപൂർവം ചിലർ കാശ് ഏറി. ശബരിമലയുടെ ചിലവ് കഷ്ടിച്ച് കഴിഞ്ഞ ശേഷം അല്പം മിച്ചം വരും, അത്രയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വാർഡൻ കോർണർ വരുന്ന സമയത്ത് വാർഡൻ കോർണർ പറയുന്നു അതിനേക്കാൾ വരുമാനം കഴിഞ്ഞ് കുറേ മിച്ചം കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. 1793 കണക്കെടുക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് റാന്നി കർത്താക്കന്മാർ ഭരിക്കുകയാണ്. അവർ ചിലവെല്ലാം കഴിഞ്ഞ ശേഷം ആണ്ടിൽ 2 ആനയെ കൊണ്ടുപോയി തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കും. ബാക്കി ശബരിമലയുടെ ചിലവിന് വേണ്ടി എടുക്കാൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലവും വരുമാനം ഏകദേശം ഈക്വലായ ഒരു സിറ്റുവേഷനായിരുന്നു 1793. 20-ാം നൂറ്റാണ്ട് പിറന്നപ്പോഴേക്കും 1902 തീർപ്പ് കഴിഞ്ഞതോടുകൂടി ശബരിമല വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന സ്രോതസ്സായി മാറി. പക്ഷേ 1970 കഴിഞ്ഞതോടുകൂടി വി ഗിരിയുടെയും MKK നായരുടെയും പ്രവർത്തനം കഴിഞ്ഞതോടുകൂടി ഒരാണ്ടിൽ 100 കോടി 150 കോടി മിച്ചം വരുന്നൊരു ക്ഷേത്രമായി മാറി.
1950 പോലുള്ള ദേവസ്വം ബോർഡ് വന്നതോടുകൂടി ശബരിമല ഉൾപ്പെട്ട തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ 1400ഓളം ക്ഷേത്രങ്ങൾ നിത്യച്ചെലവിന് വരുമാനം കിട്ടാത്ത ക്ഷേത്രങ്ങളാണ്. ശബരിമലയിലെ വരുമാനം ഉപയോഗിച്ചിട്ടാണ് ബാക്കി 1400 ക്ഷേത്രങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ക്ഷേത്രം എത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ 3 കോടി ആളുകളെയും വരാൻ അനുവദിച്ചാൽ ശബരിമലയുടെ വരുമാനം 1000 കോടിക്ക് മേളിൽ പോകും. കേരളത്തിലെ എല്ലാ ക്ഷേത്രവും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ കൊച്ചി മേഖലയിലെയും മലബാർ മേഖലയിലും ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വരുമാനമില്ല. ആഴ്ചയിൽ ഒരു ദിവസം പൂജയുള്ളൂ. ഈ മുഴുവൻ ക്ഷേത്രങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള പൈസ, അടഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങൾ തുറക്കാനുള്ള പൈസ, റിപ്പയർ ചെയ്യാനുള്ള ക്ഷേത്രങ്ങൾ റിപ്പയർ ചെയ്യാനുള്ള പൈസ ശബരിമലയിൽ നിന്ന് വരും. അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കഴിഞ്ഞ 150 കൊല്ലം കൊണ്ടുള്ള വളർച്ച കാരണം ഒരു അഖിലേന്ത്യാ പ്രശസ്തിയുള്ള ക്ഷേത്രമായി മാറി. ഇപ്പോൾ വിദേശത്ത് നിന്ന് വരെ ധാരാളം പേർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തെപ്പറ്റി യഥാതഥമായ ചരിത്രം ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടും ആർക്കും അതിന് ധൈര്യമില്ല, അത് പറയാൻ പറ്റില്ല. ശബരിമലയെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയെങ്കിൽ വളരെ ശക്തമായ പ്രതികരണമാണ്. ഒരുപാട് പേര് അനുകൂലമായിട്ടാണ്, പക്ഷേ കുറച്ച് പേര് അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയെപ്പറ്റി സത്യം പറയാൻ ആരെങ്കിലും തുടങ്ങിയാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനാൽ ആ ആൾ പിന്നെ വാതുറക്കുകയില്ല. പറഞ്ഞതുപോലെ എന്താണെന്ന് വെച്ചാൽ എന്താണ് ശബരിമല എന്ന്, അതിൻ്റെ ചരിത്രം എന്താണെന്ന് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇത് ചരിത്രപരമായി നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇപ്പോൾ ലൂർദ് ലോകത്തിലെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. ലൂർദ് ഉണ്ടായിട്ട് 125 കൊല്ലമേ ആയിട്ടുള്ളൂ. മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് 1890s അടുത്താണ്. പക്ഷേ ആ പുണ്യസ്ഥലം ലോകപ്രസിദ്ധമായി. ഒരാണ്ടിൽ 5 ലക്ഷം അത്ഭുതങ്ങളാണ് ലൂർദിൽ നടക്കുന്നത്. പക്ഷേ അവിടെ വരുന്നവർക്കെല്ലാം അവിടെ സൗകര്യം ഉണ്ടാക്കുന്നു, പുതിയ ഫെസിലിറ്റി ഉണ്ടാക്കുന്നു, ഹോട്ടലുണ്ടാക്കുന്നു, ഏർപ്പാടുണ്ടാക്കുന്നു, ഹെലിപ്പാടുണ്ടാക്കുന്നു, വളരെ ഭംഗിയായിട്ട് പോവുകയാണ്. വേളാങ്കണ്ണി ചരിത്രത്തിൽ വന്നു തുടങ്ങിയിട്ട് കഷ്ടിച്ച് 55 കൊല്ലം ആയിട്ടുള്ളൂ, 60 കൊല്ലം ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വേളാങ്കണ്ണി ഉണ്ടായിരുന്നു. 10-100 പേര് വരുന്നൊരു പള്ളിയായിരുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നൊരു പള്ളിയാണ്. പക്ഷേ വേളാങ്കണ്ണി നമ്മുടെ ചരിത്രം എന്താണ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങൾ, അപ്പോൾ ത്രിവേണി സംഗമോ കാശിയോ അല്ലെങ്കിൽ മധുര ക്ഷേത്രമോ ഒക്കെ അതിന് വ്യക്തമായ ചരിത്രമുണ്ട്. എവിടെയൊക്കെയാണ് ഐതിഹ്യം, എവിടെയൊക്കെയാണ് ചരിത്രം, എവിടെയൊക്കെയാണ് പുരാണങ്ങളിൽ റഫറൻസ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മധുരമീനാക്ഷി ക്ഷേത്രമോ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ മധുരയിലെ 1500 ചരിത്രം നമുക്ക് കൃത്യമായിട്ട് അറിയാം. തഞ്ചാവൂരിലെ 1000 ചരിത്രം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായൊരു ചരിത്രം എഴുതിയുണ്ടാക്കണം. ഗുരുവായൂർ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രം ആകെ 600 കൊല്ലത്തെ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ 600 കൊല്ലത്തെ ചരിത്രം എഴുതാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഒരു 2500 കൊല്ലത്തെ ചരിത്രം കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ മീഡിയ തയ്യാറാവണം, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ തയ്യാറാവണം. ചരിത്രകാരന്മാരിൽ പലരും പകുതി സത്യമേ പറയുള്ളൂ. അബാക് മീഡിയ ധൈര്യം കാണിച്ചു ഒരു 5 വീഡിയോയിലൂടെ അതിൻ്റെ സത്യം എന്താണെന്നുള്ള ജനങ്ങളെ മനസ്സിലാക്കണം. നമ്മൾ സത്യം മനസ്സിലാക്കുമ്പോൾ ശബരിമലയെപ്പറ്റി ജനങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിനോ അവിടെ ജനങ്ങൾ ആചരിക്കുന്ന ആചാരത്തിനോ ഈ സത്യം പറയുന്ന എതിരല്ല. എല്ലാ ക്ഷേത്രത്തിനും ഒരു ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, വിശ്വാസസംഹിതയുണ്ട്. ആ വിശ്വാസത്തിനോ ആചാരത്തിനോ ഒരു എതിർപ്പുമല്ല സത്യം പറയുന്നു. സത്യം ജനങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പറയുകയാണ്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, ആചാരം അനുഷ്ഠിക്കുന്നവർ ആചാരം അനുഷ്ഠിക്കുക. ആ ശബരിമല ഉത്തരോത്തരം മുന്നേറിപ്പോണം, അത്രയും മാത്രമേ ആഗ്രഹമുള്ളൂ. കൊടുങ്ങല്ലൂരമ്മ കുറത്തിയാണ്, മലയാളപ്പുഴ ഭഗവതി കുറത്തിയാണ്, പ്രസിദ്ധമായ ആറ്റുകാലമ്മ കുറത്തിയാണ്. സംഘകാലത്തിൽ മുഴുവൻ രാജാക്കന്മാരും കുറവന്മാരാണ്. ആ കണ്ണകി അവിടെ നിന്ന് വന്നിട്ടാണ് കൊടുങ്ങല്ലൂരമ്മയായത്. എന്താണ് ഈ ശബരിമല എന്ന് പറയുന്ന സംഭവം?